Okay, Sheda or Smita. Prayer ready ആണോ സ്മിത? എന്താരും റെസ്പോണ്ട് ചെയ്യാത്ത എന്താ? Hello. Okay, Smita. Are you ready for the prayer? Yes. ഞാൻ മുമ്പ് ചൊല്ലിയിട്ടുള്ള അല്ലാതെ വേറൊരെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു. Okay. മാം പിന്നെ ഇന്ന് ക്ലാസ് ഇല്ലെന്നാന്ന് തോന്നുന്നു കുട്ടികൾ വിചാരിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. ഞാനിപ്പോ ഗ്രൂപ്പിൽ മെസ്സേജ് ഇന്ന് ക്ലാസ് ഇല്ലെന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് ഗ്രൂപ്പിൽ വന്ന് ഫെസിലിറ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതില് വന്ന് അങ്ങനെ അതുകൊണ്ടാന്ന് തോന്നുന്നു കുട്ടികൾ ഇപ്പൊ കുറവ് ഇതിനകത്ത്. അതാരാ അങ്ങനെ മെസ്സേജ് ഇട്ടത്? സെൻഡ് ചെയ്തത് ആരാ? അത് ഞാനായിരുന്നു മാം. എന്ത് ശില്പ? ആ ടെക്നിക്കൽ സൈഡ് ഇല്ലേ, അവരുടെ സ്റ്റാറ്റസ് ചോദിച്ചിരുന്നപ്പോ അവരാ പറഞ്ഞത് ക്ലാസ് ഇല്ലെന്ന്. ക്ലാസ് ഇല്ലാന്നോ? ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇപ്പൊ പിന്നെ തിരിച്ച് ഞാൻ മെസ്സേജ് ഇട്ടു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ലൈവിൽ ഇട്ട്. അതാ ഞാൻ മാം വിളിച്ചപ്പോഴത്തേക്ക് റിപ്ലൈ തരാൻ പറ്റാതിരുന്നതാണ്. ഞാൻ പെട്ടെന്ന് വോയിസ് ഇട്ടുന്ന ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇട്ടിപ്പോ. ഓക്കേടാ, എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയില്ല ടെക്നിക്കൽ സൈഡിൽ നിന്നും. അതിങ്ങനെ ഗ്രൂപ്പിൽ അതവര് ഇന്ന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അവരുടെ മെയിൻ ക്ലാസ് റൂമിൽ എന്താ ഇടാത്തതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മെയിൻ ക്ലാസ് റൂമിൽ ഇടാത്തതെന്ന് പറഞ്ഞു. അപ്പൊ എടുത്ത് ചോദിച്ചു മോണ്ടിസോറിക്ക് ക്ലാസ് ഉണ്ടോ അതോ വേറെ ബാച്ചിനാണോ എന്ന് ചോദിച്ചിട്ട് ഇല്ല, ഇന്ന് ആർക്കും ക്ലാസ് ഇല്ല, ഞങ്ങളോട് സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞു, ക്ലാസ് റൂമിൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞു. ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു റിജു, ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ക്ലാസ് എടുക്കണോ? ക്ലാസ് ഉണ്ടല്ലോ, ക്ലാസ് മറ്റേ രാവിലത്തെ ബാച്ചിന് മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ. ആണോ? ഓക്കെ. രാവിലത്തെ ബാച്ചിന് ഞാൻ ക്ലാസ് എടുത്തായിരുന്നല്ലോ. MT5 അല്ലേ? MT4. അല്ല, അത് കഴിഞ്ഞ് കറണ്ട് പോയായിരുന്നേ. കറണ്ട് പോയിരുന്നപ്പോ ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Smita's prayer. Okay, Smita. Okay, ma'am. I am ready. Okay. Nature is the gift of God. Nature is a mother of every creature. Nature learned the lessons of all. Nature presents the care, love, and beauty. Nature is a sister, brother, mother, and all. The sun and moon is the gift of nature. The all creation is the power of God. Okay, Smita. Okay, അപ്പൊ നമ്മൾ ഇന്നൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണ യൂണിറ്റ് 7 എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഓക്കെ, എഡ്യൂക്കേഷണൽ സൈക്കോളജി യൂണിറ്റ് 7. Part 2 അല്ലേ മാം? പാർട്ട് 2 യൂണിറ്റ് 7. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് സൈക്കോളജി എന്താണെന്ന് നോക്കാം. എന്താണ് സൈക്കോളജി? ഇപ്പൊ സൈക്കോളജി എന്ന വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഒരു ഫിലോസഫർ, ജർമ്മൻ ഫിലോസഫർ ആയിരുന്ന റുഡോൾഫ് ഗോക്കൽ ആണ്. ഓക്കെ, സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് ഫസ്റ്റ് പേജ് റിജോ, യൂണിറ്റ് 7 എഡ്യൂക്കേഷണൽ സൈക്കോളജി. സെൽഫ് കൺസ്ട്രക്ഷൻ അല്ല, യൂണിറ്റ് 7 പാർട്ട് 2. യൂണിറ്റ് 7 എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഓക്കെ, അപ്പൊ സൈക്കോളജി എന്ന വേർഡ് എന്താണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്
ആരാണ്? ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള റുഡോൾഫ് ഗോക്കൽ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഗ്രീക്ക് വേർഡ് ആണ്. ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള സൈക്കെ ആൻഡ് ലോഗോസ്. ഓക്കെ, സൈക്കെ ആൻഡ് ലോഗോസ് ആ വേർഡ്, ആ ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് സൈക്കോളജി എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒറിജിൻ ചെയ്ത് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ സൈക്കെ എന്ന വേർഡിന്റെ മീനിങ് എന്താ? സോൾ എന്നാണ് അർത്ഥം. ഓക്കെ, സൈക്കെ എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? സോൾ എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് എന്നാണ് അർത്ഥം. അപ്പോ സൈക്കെ ആൻഡ് ലോഗോസ് ഇത് ഒരുമിച്ച് ചേരുമ്പോ എന്തായിരിക്കും ഇതിന്റെ മീനിങ്? സയൻസ് ഓഫ് സോൾ എന്നാണ്. ഓക്കെ, സയൻസ് ഓഫ് സോൾ, മനസ്സിന്റെ ശാസ്ത്രം എന്നർത്ഥം വരുന്ന എന്താണ്? സൈക്കെ ആൻഡ് ലോഗോസ് ഈ വേർഡുകൾ ചേർന്നിട്ടാണ് സൈക്കോളജി എന്ന പദം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇത് ജസ്റ്റ് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഒന്നുകൂടെ പറയാം. സൈക്കോളജിസ്റ്റിന്റെ പേര് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? പറയാം. യൂണിറ്റ് 7 എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ആദ്യമായിട്ട് ഈ വേർഡ് യൂസ് ചെയ്തത് റുഡോൾഫ് ഗോക്കൽ ആണ്. ഓക്കെ, RUDOLF റുഡോൾഫ് ഗോക്കൽ. ഓക്കെ, അദ്ദേഹമാണ് ആദ്യമായിട്ട് സൈക്കോളജി എന്ന വേർഡ് യൂസ് ചെയ്തത്. ഓക്കെ, ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള സൈക്കെ ആൻഡ് ലോഗോസ് ആ വേർഡിൽ നിന്നുമാണ്, ആ ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് സൈക്കോളജി എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? സൈക്കെ എന്ന് പറഞ്ഞാൽ എന്താ? സോൾ എന്നാണ് അർത്ഥം. ഓക്കെ, അതേപോലെ തന്നെ ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താ? സയൻസ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ശാസ്ത്രം. ആദ്യകാലത്ത് ഇത് സോൾ ഓഫ് സയൻസ് എന്നാണ് അതിന്റെ സ്റ്റഡി ഓഫ് സോൾ ഓഫ് സയൻസ് ഓക്കെ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് ആ പേരിൽ തന്നെ ചില പോരായ്മകൾ ഉണ്ടല്ലോ, ആത്മാവിനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, അപ്പൊ ആ പോരായ്മകൾ കാരണം ഒരു പേര് പിന്നീട് മാറ്റി എന്താക്കി? സ്റ്റഡി ഓഫ് മൈൻഡ് എന്നാക്കി. ഓക്കെ, സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന് അങ്ങനെ ആക്കി. അതിനുശേഷം പിന്നെയും ചില പോരായ്മകൾ കാരണം സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് എന്നാക്കി. അപ്പൊ ഫസ്റ്റ് സോൾ എന്നായിരുന്നു, അത് മാറി മൈൻഡ് ആയി, ദെൻ പിന്നെന്തായി? കോൺഷ്യസ്നെസ് ആയി. ഓക്കെ, അത് മാറി ഇപ്പൊ എന്താണ്? ഇപ്പൊ നിലവില് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണ്. ബിഹേവിയറുകളെ കുറിച്ചുള്ള അല്ലെ, പെരുമാറ്റത്തെ കുറിച്ചുള്ള, സ്വഭാവത്തെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? സ്റ്റഡി ഓഫ് ബിഹേവിയർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കോളജിയുടെ ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് എന്താണ്? ബിഹേവിയർ എന്ന് പറഞ്ഞു അല്ലെ, പെരുമാറ്റത്തെ കുറിച്ചുള്ള, സ്വഭാവത്തെ കുറിച്ചുള്ള സ്റ്റഡി ആണെന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളെ അല്ലെ, കുട്ടികളെ എഡ്യൂക്കേഷനിലൂടെ അവരുടെ സ്വഭാവത്തെ മോൾഡ് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്? വിദ്യാഭ്യാസത്തിലൂടെ എന്താ നമ്മൾ ചെയ്യുന്നത്? അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ, അറിവ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സ്വഭാവത്തെ മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ത്രൂ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് ബ്രാഞ്ച് ആണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. കേട്ടോ? ക്ലിയർ ആണോ? ഇച്ചിരി ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ക്ലിയർ ആണോ? അപ്പൊ എന്താ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാല്? സൈക്കോളജിയുടെ ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ആണെന്ന് പറഞ്ഞു. ഒരു പ്യുവർ ബ്രാഞ്ച് അല്ല, സൈക്കോളജി പോലെ ഒരു പ്യുവർ ബ്രാഞ്ച് അല്ല ഏത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് അതിൽ എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് നോക്കാം. പല ഡെഫിനിഷൻസ് ഉണ്ട്, പല രീതിയിൽ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. ആദ്യമായിട്ട് പറയുന്നത് എന്താണ്? ലേണിങ്ങും ടീച്ചിങ്ങും. ഓക്കെ, ടീച്ചിങ്ങും ലേണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതില് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇവര് ഹാൻഡിൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ആദ്യമായിട്ട് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പറയുന്നത് പഠിക്കലും പഠിപ്പിക്കലും. ഓക്കെ, പഠിക്കലും പഠിപ്പിക്കലും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സി സ്കിന്നർ, നിങ്ങൾക്ക് PDF കാണാം. സി സ്കിന്നർ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്?
ഒരു എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും? ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് CE സ്കിന്നർ പറയുന്നത്. ക്ലിയർ ആണോ? നമുക്ക് പറയാം എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ആണ് അല്ലെ? എഡ്യൂക്കേഷനും സൈക്കോളജിയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ്, ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? ടീച്ചിങ്ങും ലേണിങ്ങുമായി ബന്ധപ്പെട്ട പഠിക്കലും പഠിപ്പിക്കലും അല്ലെ? കുട്ടികൾ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഡീൽ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു CE സ്കിന്നറിന്റെ അഭിപ്രായത്തിൽ എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി? എന്താണ്? എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ ആ സ്കൂളിൽ ഒരു കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, ഓക്കെ, ആ കാര്യങ്ങളെ കുറിച്ച് അതിനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നാണ് CE സ്കിന്നർ പറയുന്നത്. ക്ലിയർ ആണോ? CE സ്കിന്നറിന്റെ അഭിപ്രായത്തിൽ എന്താണ് അതിൽ പറയുന്നത്? എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാല് എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് രണ്ട് പ്രധാന റെഫറൻസുകളുള്ള ഒരു ബിഹേവിയറൽ സയൻസ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നു. രണ്ട് പ്രധാന റെഫറൻസുകളുള്ള ഒരു ബിഹേവിയറൽ സയൻസ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഏതൊക്കെയാണത്? ഹ്യൂമൻ ബിഹേവിയറും ആൻഡ് എഡ്യൂക്കേഷനും. ഇത് രണ്ടും കൂടി ചേർന്നതാണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ മെയിൻ എയിം എന്തായിരിക്കാം? അതിന്റെ മെയിൻ എയിം എന്തായിരിക്കാം? എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് ക്ലിയർ ആണോ? രമ്യ, ശില്പ, സ്മിത, എല്ലാവർക്കും ക്ലിയർ ആണ്? എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ? രമ്യ? ഓക്കെ മാം, ആദ്യം തൊട്ട് പറയണം മാം. എന്താണ് ജസ്റ്റ് രമ്യക്ക് എന്താ മനസ്സിലായത്? എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനസ്സിലായത്? ഡെഫിനിഷൻ ആയിട്ട് പറയണ്ട, ആദ്യം തൊട്ട് പറയണം മാം. ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ മതി, ഡെഫിനിഷൻ മാത്രം പറഞ്ഞാൽ മതി. സൈക്കോളജി എന്ന് പറയുന്നത് സൈക്ക് എന്ന് പറഞ്ഞാൽ സോൾ എന്നാണ് മീൻ ചെയ്യുന്നത്. ലോഗോസ് എന്ന് പറഞ്ഞ സയൻസ്, സ്റ്റഡി ഓഫ് സോൾ ഓഫ് സയൻസ് എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് അത് കുറച്ച് പോരായ്മകൾ ഉള്ള കാരണം സ്റ്റഡി ഓഫ് മൈൻഡ് ആയി മാറി. Later it's called consciousness ആയി മാറി. At present psychology is the study of behavior. Educational psychology is the applied branch of psychology. The main dealing of this is teaching and learning. According to CE Skin, educational psychology deals with the behavior of human beings. ചേർക്കണം കേട്ടോ, അവിടെ സ്കിന്നർ ആറ് ചേർക്കണം കേട്ടോ. CE സ്കിന്നർ. സ്കിന്നർ എന്നാണോ മാം? ആറുണ്ട് ലാസ്റ്റ്. അതെ, ഓക്കെ മാം, ഓക്കെ മാം. എഡ്യൂക്കേഷണൽ സൈക്കോളജിനെ ടു മെയിൻ റെഫറൻസസ് പറയുന്നുണ്ട്, ഹ്യൂമൻ ബിഹേവിയറും എഡ്യൂക്കേഷനും. മെയിൻ എയിം ആയിട്ട് പറയുന്നത്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ക്ലിയർ ആണ് എല്ലാവർക്കും എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാല്? ശില്പ, ക്ലിയർ ആണോ? ഓക്കെ, ശില്പ ലെഫ്റ്റ് ആയോ? ഓക്കെ, അപ്പൊ എന്താണെന്ന് ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണ് എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി? ഓക്കെ, അതിന്റെ മെയിൻ എയിം ആയിട്ട് പറയുന്നത് എന്താണ്? അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് എന്താണ്? ഒരു കുട്ടി അവന്റെ പേഴ്സണാലിറ്റിയിൽ എന്താണ് ഓവറോൾ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരിക. ഓക്കെ, ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്, മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള അട്രാക്റ്റീവ് ചേഞ്ചസ് കൊണ്ടുവരിക എന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ മെയിൻ എയിം ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ?
ഒരു കുട്ടിയിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട് അല്ലേ? ഫ്രം ബർത്ത് ഓൺവേർഡ്സ് എന്താണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്, ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അതിലൂടെയാണ് അല്ലെ, ഡെവലപ്മെന്റിലൂടെയാണ് കുട്ടി എങ്ങനെയാണ് അവന്റെ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് സെൽഫ് കൺസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചല്ലേ ചാപ്റ്റർ? ഓക്കെ, സെൽഫ് കൺസ്ട്രക്ഷനിലെ സ്വയം അറിവുകൾ നേടിയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? നോളജ് ഗെയിൻ ചെയ്യുന്നത് അല്ലേ? ത്രൂ അവന്റെ സെൻസസ് യൂസ് ചെയ്യുന്നുണ്ട്, അബ്സോർബൻ മൈൻഡും പിന്നെ ഏതായിരുന്നു രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊക്കെയായിരുന്നു? സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബൻ മൈൻഡ്. ഈ രണ്ട് ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? നോളജ് ഗെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അവന്റെ ഡെവലപ്മെന്റിൽ അങ്ങനെയാണ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ചേഞ്ചസും കൊണ്ടുവരിക, മാറ്റങ്ങൾ കൊണ്ടുവരിക, അതായിരുന്നു എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ മെയിൻ എയിം ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? സ്കൂൾ പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ, ഒരു ഫോർമൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഫോർമൽ സറൗണ്ടിങ്സിൽ എന്താണ് കുട്ടികളിൽ പഠനത്തിനും പഠിപ്പിക്കലിനും ഉൾപ്പെട്ടിട്ടുള്ള മെന്റൽ പ്രോസസ്സുകളെ മനസ്സിലാക്കുക, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെ, സ്കൂള് പോലുള്ള എന്താണ് ഫോർമൽ സറൗണ്ടിങ്സിൽ കുട്ടികൾക്ക് എന്ത് നടക്കുന്നുണ്ട്? പഠിക്കലും നടക്കുന്നുണ്ട്, പഠിപ്പിക്കലും നടക്കുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ആ പ്രോസസ്സിൽ ആ മെന്റൽ മെയിൻ ആയിട്ട് രണ്ട് എയിമാ പറയുന്നത് എന്താണ്? കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരിക. രണ്ടാമത്തെ എന്താണ്? ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ആ ഫോർമൽ സറൗണ്ടിങ്സിൽ കുട്ടിയുടെ പഠനത്തിലും ഓക്കെ സറൗണ്ടിങ്സിനുള്ളിൽ നടക്കുന്ന പഠനം നടക്കുന്നുണ്ട്, പഠിപ്പിക്കലും നടക്കുന്നുണ്ട്. ഓക്കെ, ആ മെന്റൽ പ്രോസസ്സ് മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും, എന്തിലൊക്കെയായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്? ഒരു കുട്ടിയെ സംബന്ധിച്ച് അവനെ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്? ലേണിംഗ് സ്റ്റൈൽസ് അല്ലേ? എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? കുട്ടികൾ എങ്ങനെയാണ് ഡിഫറെന്റ് അല്ലേ, വ്യത്യസ്തരാണ് കുട്ടികൾ അല്ലേ? അപ്പൊ അവർക്ക് പല രീതിയിലായിരിക്കും അവർ പഠിക്കുന്നത്. ചിലർക്ക് എന്തായിരിക്കാം കണ്ടുകൊണ്ട് പെട്ടെന്ന് പഠിക്കാനായിട്ട് കഴിയും അല്ലെ, ബുക്സ് റീഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് എന്താണ് എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ അതേസമയം ചില കുട്ടികൾ എങ്ങനെയാണ്? കേട്ടുകൊണ്ടാണ് അല്ലെ, കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നത് അല്ലെ? ചില കുട്ടികൾ എക്സ്പീരിയൻസിലൂടെയാണ് അല്ലെ, എക്സ്പെരിമെന്റ്സിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അങ്ങനെയല്ലേ കുട്ടികൾ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള എന്താണ് കഴിവുകളാണോ ഉള്ളത്? ആണോ? കുട്ടികൾക്ക് ഒരേ രീതിയിലുള്ള കഴിവുകളാണോ? അല്ല, ഇറ്റ്സ് ഡിഫറെന്റ് അല്ലെ? അപ്പൊ അതിനനുസരിച്ചുള്ള ലേണിംഗ് സ്റ്റൈലുകൾ കൊണ്ടുവരിക. ഓക്കെ, പിന്നെന്താണ്? ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം? ഡിസിപ്ലിൻ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു പോസിറ്റീവ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ടെക്നിക്സുകൾ കൊണ്ടുവരിക. ഓക്കെ, അത് ആർക്കാ കഴിയുന്നത്? ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ആർക്കാ കഴിയുന്നത്? ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? ഏതാണ്? ക്ലാസ് റൂം മാനേജ്മെന്റോ? അതെ മാം. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പോസിറ്റീവ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആർക്കാണ് കഴിയുന്നത്? ഒരു ക്ലാസ് റൂമിനുള്ളില് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടീച്ചർക്കാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ടീച്ചർക്കല്ലേ കൂടുതൽ കഴിയുന്നത്. അപ്പൊ അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ടെക്നിക്സുകൾ കൊണ്ടുവരിക. കുട്ടിയെ ക്ലാസ്സിൽ പിടിച്ചിരുത്താൻ കഴിയുന്ന, ഡിസിപ്ലിൻഡ് ആക്കാൻ കഴിയുന്ന ടെക്നിക്സുകൾ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, എന്തൊക്കെയായിരിക്കാം ആ ടെക്നിക്സുകള്? എന്തൊക്കെ ആയിരിക്കാം? മോണ്ടിസോറിയിലാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കാം? ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ആക്ടിവിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യാം അല്ലെ? കുട്ടികളെ എന്താണ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റീസ് അല്ലെ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് എൻഗേജ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള അപ്പാരറ്റസുകൾ കൊണ്ടുവരാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ കുട്ടികൾക്ക് എൻഗേജ് ചെയ്യാൻ കഴിയുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസുകൾ കൊണ്ടുവരാം. ക്ലിയർ ആണോ? ഇതൊക്കെ അവരുടെ പ്രോപ്പർ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയാറില്ലേ കുട്ടികളെ അവരുടെ സൈക്കോളജി അറിഞ്ഞ് പെരുമാറണമെന്ന് കുട്ടികളോട് അല്ലെ? എപ്പോഴും എല്ലാ കുട്ടികളും ഒരേ മൂഡിലായിരിക്കോ? ഒരു ക്ലാസ്സിൽ തന്നെ പല സ്വഭാവങ്ങളുള്ള കുട്ടികളുണ്ട്, റൈറ്റ്?
പല ബിഹേവിയർ ഉള്ള, പല പെരുമാറ്റങ്ങളുള്ള, പല സ്വഭാവങ്ങളുള്ള കുട്ടികളുണ്ട്. എല്ലാവരെയും ഒരേപോലെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? അല്ല അല്ലേ? മോണ്ടിസോറിയിൽ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഓരോ കുട്ടികൾക്കും അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അല്ലേ, അങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവരുടെ ഓരോരുത്തരുടെയും സൈക്കോളജി മനസ്സിലാക്കിയിട്ടായിരിക്കണം എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു ടീച്ചറിനെ എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം? ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ അപ്ലൈഡ് ബ്രാഞ്ച് ഒരു ടീച്ചറിനെ ഏത് രീതിയിലെല്ലാം ഹെൽപ്പ് ചെയ്യാം? ഓരോ കുട്ടികളുടെയും മനസ്സിലാക്കാനായിട്ട്. വെരി ഗുഡ്. ഓരോ കുട്ടികളെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? പല ഇമോഷൻസ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം, പല കപ്പാസിറ്റി, പല സ്കില്ലുകളുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. അവരുടെ ഇമോഷൻസ്, സ്കില്ല്, കപ്പാസിറ്റി എല്ലാം മനസ്സിലാക്കാനായിട്ട് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അത്തരം എബിലിറ്റീസ് എന്നാണ്, അത്തരം കഴിവുകളുള്ള കുട്ടികളെ അത് മെച്ചപ്പെടുത്താനായിട്ടും ടീച്ചർക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അതിനും ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ. ആ എസിന് അത്ര ഇത് പോരല്ല. യെസ് മാം. യെസ് മാം. ഓക്കെ. അപ്പോ പിന്നെന്താണ്? നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ എങ്ങനെയാണ് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞില്ലേ, വ്യത്യസ്തരാണ്. അപ്പൊ ഓരോ കുട്ടികൾക്കും അവരുടേതായ അവരുടെ കഴിവുകൾ, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, ഓക്കെ, ടൂൾസുകളായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. ആ കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകളും അപ്പാരറ്റസുമാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ നീഡ്സ് വ്യത്യസ്തമായിരിക്കും അല്ലെ? നീഡ്സ് വ്യത്യസ്തമായിരിക്കില്ലേ? കുട്ടികളുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓക്കെ. ചിലപ്പോ എന്താ, ചില ക്ലാസ്സിൽ, ഒരേ ക്ലാസ്സിൽ തന്നെ എന്താണ്, പല കഴിവുകളുള്ള കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലേ? അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട് അല്ലെ? ചിലർ നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കും, ചിലർ എങ്ങനെയായിരിക്കും, പല കാരണങ്ങൾ കൊണ്ട് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ? അവരുടെ നീഡ്സ് എന്ന് പറയുന്നത് സാധാരണ ഒരു കുട്ടിയുടെ നീഡ്സ് ആയിരിക്കുമോ? ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ നീഡ്സ് എന്ന് പറയുന്നത് സാധാരണ ഒരു കുട്ടിയുടെ നീഡ്സ് ആയിരിക്കുമോ? അല്ല അല്ലെ? വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട് അല്ലെ? ചെറിയ ക്ലാസ്സിൽ നമുക്ക് നോക്കിയാൽ അറിയാം, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ? പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. പിന്നെന്തൊക്കെയാണ്? ഇമോഷണൽ ബിഹേവിയർ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ? പ്രോപ്പർ ആയിട്ട് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യണമെന്ന് അറിയാത്ത അത്തരത്തിലുള്ള ഡിസോർഡറുകൾ ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ഓക്കെ. ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ഇവരുടെ എല്ലാം നീഡ്സ് ഒരേപോലെ ആയിരിക്കുമോ? അല്ലല്ലോ. കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തമാണ് അല്ലെ? ഓരോ കുട്ടിയുടെയും നീഡ്സ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി എന്താണ്, പ്രത്യേക രീതിയിലുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകളും ഡിവൈസുകളുമാണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇൻഡിവിജ്വൽ നീഡ്സുകൾ ഡിഫറെന്റ് ആണ്. ആ നീഡ്സിന് അനുസരിച്ച് ആ രീതിയിലുള്ള എന്താണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകളും അപ്പാരറ്റസ് ആയിക്കോട്ടെ ടൂൾസുകളുമാണ് യൂസ് ചെയ്യേണ്ടത്. ആ രീതിയിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ എല്ലാ നീഡ്സുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഏത്? മോണ്ടിസറി. വെരി ഗുഡ്. മോണ്ടിസോറി എഡ്യൂക്കേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാ ഡിസബിലിറ്റീസും, ഇത്തരത്തിലുള്ള എല്ലാ ഡിസബിലിറ്റീസും ഉള്ള കുട്ടികളുടെ എന്താണ്, കുട്ടികളുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് മോണ്ടിസോറി എഡ്യൂക്കേഷണൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് നമ്മൾ? എന്തൊക്കെയാ സിയ പഠിച്ചത് ഈ ക്ലാസ് ഇത്രയും നേരം? നമ്മൾ എന്താണ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാല്? മിസ്സേ, ഞാൻ ഇത്തിരി വൈകിപ്പോയി. ലാസ്റ്റത്തെ പോയിന്റ് തൊട്ടാണ് ഞാൻ കേറിയത്. 8:15 കേറിയപ്പോ. ജിഷ ഉണ്ടായിരുന്നോ? ജിഷ ഇല്ല മാം, ആദ്യത്തെ പോയിന്റ് ഒന്നും കിട്ടിയില്ല. അതായത് അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് കേട്ടു. പിന്നെ ഹ്യൂമൻ ബിഹേവിയറും എഡ്യൂക്കേഷനും ചേർന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. പിന്നെ മെയിൻ എയിം എന്ന് പറയുമ്പോഴത്തേക്ക്
പേഴ്സണാലിറ്റിയിലുള്ള കുട്ടികളുടെ പേഴ്സണാലിറ്റിയിലുള്ള ആൾ ഓവർ ചേഞ്ചസ് ആണ്. പിന്നെ എഡ്യൂക്കേഷണൽ സറൗണ്ടിങ്സിൽ അതായത് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള കുട്ടികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവരുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളതാണ് അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. 2 മെയിൻ എയിമുകളാണ്. പിന്നെ ലേണിംഗ് സ്റ്റൈലില് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ലേണിംഗ് സ്റ്റൈലും ക്ലാസ് റൂം മാനേജ്മെന്റും, അത് 2 പോയിന്റ് പറഞ്ഞു. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പോയിന്റ് പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല. പറയാം. അപ്പം ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളുടെ ഓരോ കഴിവുകൾ അനുസരിച്ച് അവർ കണ്ട് കേട്ട് അല്ലെങ്കിൽ പരീക്ഷണം നടത്തിയായിരിക്കും പഠിക്കുക. അതിനനുസരിച്ച് ലേണിംഗ് സ്റ്റൈൽ മാറ്റുക. പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുമ്പം പോസിറ്റീവ് ലേണിങ്ങിനായിട്ടുള്ള ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ടീച്ചേഴ്സിന് എഡ്യൂക്കേഷണൽ സൈക്കോളജി കൊണ്ട് ഉള്ള ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടികളെ മനസ്സിലാക്കി അവരുടെ എബിലിറ്റി അനുസരിച്ച് അവരെ ഇതാക്കുക. കുട്ടികൾ തന്നെ പല രീതിയിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ടായിരിക്കാം. ലേണിംഗ് ഡിസബിലിറ്റീസ് കാണും, കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റീസ് കാണും, ഡെവലപ്മെന്റ് ഡിസബിലിറ്റീസ് കാണും, ഇമോഷണൽ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് കാണും. ഇതെല്ലാം ഇത്രയും കുട്ടികളെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കുക. അതാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ 2 പോയിന്റ് ക്ലിയർ ചെയ്ത് തന്നെ. ഓക്കെ, പറയാം. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? 2 എയിം ഉണ്ടെന്ന് പറഞ്ഞു. ഏതായിരുന്നു ഫസ്റ്റ് എയിം? എന്തായിരുന്നു? ലേണിംഗ് സ്റ്റൈൽ, എന്തായിരുന്നു? കുട്ടിയുടെ ഡെവലപ്മെന്റിന് ആവശ്യമായ അട്രാക്റ്റീവ് ചേഞ്ചസ് കൊണ്ടുവരിക. സെക്കൻഡ് എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? സ്കൂള് ഫോർമൽ സറൗണ്ടിങ്സ് പഠനത്തിലും പിന്നെ മെന്റൽ പ്രോസസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രോസസ്സിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഓക്കെ, പഠനത്തിലും പഠിപ്പിക്കലിലും ആയിരിക്കണം, അത്തരത്തിലുള്ള മെന്റൽ പ്രോസസ്സിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്ന പോയിന്റുകളാണ് കുട്ടികളുടെ എങ്ങനെയാണ് ഫോക്കസ്ഡ് ആയിട്ട് ഇരുത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ലേണിംഗ് സ്റ്റൈല് ചേഞ്ച് ചെയ്യണം, വേണ്ടേ? നമ്മൾ പഠിച്ചു വന്ന ട്രഡീഷണൽ മെത്തേഡ് മാറണം, അല്ലേ? എങ്ങനെയായിരിക്കണം? ചില കുട്ടികൾക്ക് എങ്ങനെയാണ് കണ്ടു പഠിച്ചാല് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട്, അല്ലേ? ചിലർക്ക് എന്താണ് കേട്ടു പഠിച്ചാല് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതേപോലെ തന്നെ എക്സ്പെരിമെന്റ്സിലൂടെ സെൻസസ് യൂസ് ചെയ്ത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള ലേണിംഗ് സ്റ്റൈൽ ആയിരിക്കണം ഒരു ടീച്ചർ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ ജിഷ? ഓക്കെ മാം. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു പിന്നെ പറഞ്ഞത്? ക്ലാസ് റൂം മാനേജ്മെന്റ് പറഞ്ഞു. അതിലെന്താ പറഞ്ഞത്? ഡിസിപ്ലിൻ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിന് കഴിയുന്ന രീതിയിലുള്ള ടെക്നിക്സുകൾ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതിന് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ദെൻ മൂന്നാമത്തെ എന്തായിരുന്നു പറഞ്ഞത്? കുട്ടികൾക്ക് എൻഗേജ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ടൂൾസുകൾ, പ്രോപ്പർട്ടീസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇത് അവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ശരി, ഡിഫിക്കൽട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഓക്കെ, അപ്പൊ ഇനി ആരൊക്കെയാണ് റോൾ പ്ലേ ചെയ്യാനുണ്ടോ? ആരെങ്കിലും? ഉണ്ടോ ആരെങ്കിലും റോൾ പ്ലേ ചെയ്യാൻ? സിയ ജിഷയൊക്കെ ചെയ്തതാണെന്ന് തോന്നുന്നു, അല്ലേ? ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ചെയ്തതാണ്. പറയൂ. ഞാൻ കഴിവ് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ എനിക്ക് ഒട്ടും പ്രിപ്പയറല്ല. മോൾക്ക് തീരെ വയ്യാണ്ടേ, ഒരു മാസമായിട്ട് ചെയ്യാത്ത കാരണം ഞാനൊന്ന് പകുതി മോൾക്ക് അറിഞ്ഞിട്ട് മുറ്റി പോയതാ. റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ, നോ പ്രോബ്ലം കേട്ടോ. പിന്നെ ചെയ്യാട്ടോ. ഓക്കെ. രമ്യ ചെയ്തായിരുന്നു? രമ്യ? ഇല്ല മാം, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഞാൻ റോൾ പ്ലേയും ചെയ്തിട്ടില്ല, ആക്ഷൻ സോങ്ങും ചെയ്തിട്ടില്ല. ഇവിടെ കറണ്ട് ഒന്നുമില്ല മാം, അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ് ഷുവറായിട്ടും ചെയ്യാം കേട്ടോ. മാം, ഞാൻ റോൾ പ്ലേ ചെയ്തിട്ടില്ല, ചെയ്യട്ടെ? ചെയ്തോളൂ. പേരെന്താ? അലീഷ എന്നാണോ? ഷൈജ. ഓക്കെ ഷൈജ, ഒരു സെക്കൻഡ്.
ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, സ്റ്റാർട്ട്. ഷൈജ. ഒരു മിനിറ്റ് മാം. ഓക്കെ. Today conversation, the teacher and the student in the classroom. Teacher, good morning students. Students, good morning ma'am. Take your seat. Thank you ma'am. Keep quiet everyone. I am going to take your attendance now. Roll number 1. Yes ma'am. 2. Yes ma'am. 3. Yes ma'am. 4. 4. Why is she absent today? She is on leave ma'am. She has gone to her uncle's home. Oh, and why were you absent yesterday, Adrija? Student, ma'am, yesterday I had a fever. Teacher, oh, how are you feeling now? Student, I am feeling better now, ma'am. Teacher, okay, student, let me check your homework first. Student, sorry, ma'am, I could not complete my homework because I was sick. Teacher, it's all right. And all the other students submit your homework and do not worry, Adrija, complete it by tomorrow, okay? Okay, ma'am. Teacher, now let's start our class. Everyone take out your science books. Yes, ma'am. Which chapter? Teacher, chapter 3, page number 41. Student, ma'am, this chapter has been already completed. Teacher, I know. Today we will revise the chapter. Yes. Student, will we read the full chapter, ma'am? Teacher, no, memorize all the definitions for today. Student, okay, ma'am. Teacher, why are you all shouting? Do not talk to each other. Student, ma'am, may I drink water? Teacher, yes, of course. Student, ma'am, I have memorized all the definitions. Teacher, okay, take out your copies, everyone. Student, will you take a test, ma'am? Teacher, no, it's not a test. It's just for your revision, but make sure to study this chapter thoroughly. I might take a surprise test on the next week. Student, ma'am, weaken the syllabus for the exam as well. Teacher, yes, yes. You will get your syllabus within this week. Teacher, and now everyone solve these questions in your copy. Few minutes later. Student, I have completed, ma'am. Teacher, all right, let me check. Very good, Adrija, but there are some spelling mistakes. Try to focus on your spelling as well. Student, okay, ma'am, I will try. Teacher, okay, students, note down your homework. Take out page 44. Question number 2 and 3 and 5. This is your homework. Student, ma'am, when will we submit this homework? Teacher, submit it on the next week. Student, okay, ma'am. Teacher, okay, class, the bell has already running. Keep quiet and sit down at your places. Do not make any noise. Wait for the next teacher. Okay? And remember, revise this chapter thoroughly. Thank you, class. Student, thank you, ma'am. Okay, teacher. ഓക്കെ, ഷൈജ. ഷൈജ പേര് പറഞ്ഞത് ഷൈജ. ഓക്കെ, ഷൈജ. കോൺവെർസേഷൻ നല്ലതായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒരു കോൺവെർസേഷൻ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു, പെർഫോം ചെയ്തു. പക്ഷെ റോൾ പ്ലേ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ? എന്താ റോൾ പ്ലേ എങ്ങനെയായിരിക്കണം? റോൾ പ്ലേ എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഒരു മോറൽ വാല്യൂസ് ആ ഓഡിയൻസിന് കൊടുക്കാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ എന്താ പറയുന്നത് മാം? ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമ്മൾ ഇതുപോലുള്ള കോൺവെർസേഷൻ എടുക്കാതെ വേറെ എടുക്കണോ അല്ലേ ഇനി?
സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഓഡിയൻസിന് അല്ലേ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടേ? അതെ, എന്തെങ്കിലും അതെ മെസ്സേജ് മെസ്സേജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയണം. അതിനാണ് നമ്മൾ റോൾ പ്ലേ എന്ന് പറയുന്നത്. സാധാരണ നമ്മളിപ്പോ ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സും ഓരോരുത്തർ തിരഞ്ഞെടുക്കും. ഓക്കെ, അത് ആ ഓഡിയൻസിന് മുൻപിൽ നമ്മൾ പെർഫോം ചെയ്യും. ഓക്കെ, നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് എന്താണ് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ ഒരാൾ തന്നെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പൊ സൗണ്ട് മോഡുലേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണ്? സോഷ്യലി ആയിട്ടുള്ള ക്ലിയർ ആണ് മാം. പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. അടുത്ത പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യാം. ഓക്കെ ഷൈജ, താങ്ക് യു മാം. ഇത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ലോങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഇങ്ങനെ വേണം. റോൾ പ്ലേ എന്ന് പറയുമ്പോൾ എന്താണ് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ശരി മാം, താങ്ക്സ്. നെക്സ്റ്റ് പ്രവീണ. മിസ് ഞാൻ പറയട്ടെ റോൾ പ്ലേ. Topic is heavy rain and flooding. John: Peter, where are you going in such a hurry? Peter: Didn't you hear? The weather report is predicting heavy rain and severe flooding in our area. John: No, I didn't hear that. I haven't watched the news in a few days. Peter: I am heading to the store to buy sandbag. John: Sandbag? Why? Peter: To stop the water from entering my home. You should do the same thing. John: I think I will just evacuate if that happens. Peter: I can't do that. I need to stay here with all of my animals. John: You should not have any place to take them. Peter: No. I need to make sure they are safe. John: Do you need help loading the sandbags in your truck? Peter: That would be great. Aren't you worried at all? John: I guess I should be. But every time the weather people says something terrible is going to happen, it never does. Peter: Well, I am not risking it this time. John: Now you have me worried. Peter: You should be. Thank you, madam. Then Pravina. Pravina, are you there? ഞാൻ പറയട്ടെ റോൾ പ്ലേ. പേരെന്താ? പൈസ. അഞ്ജും ഫാത്തിമ. അഞ്ജും ഫാത്തിമ. ANJUM. അഞ്ജും ഫാത്തിമ. ഓക്കെ, അഞ്ജും ഫാത്തിമ. ഓക്കെ, സ്റ്റാർട്ട്. ഡോക്ടർ ആൻഡ് പേഷ്യന്റ് റീനു. ഒന്നുകൂടി പറയാമോ? ഡോക്ടർ ആൻഡ് പേഷ്യന്റ് നെയിം റീനു. ഓക്കെ. Reenu: May I come in, doctor? Doctor: Yes, come in. Take your seat. Reenu: Thank you, doctor. Doctor: What's your name and how old are you? Reenu: I am Reenu. I am 29. Doctor: Okay, now tell me, what are the problems? Reenu: Since yesterday night I have been having severe stomachache. I took an antacid last night, but the pain was still the same. Doctor: Any other symptoms? Reenu: Yes, I also had bouts of vomiting last night and today morning as well. Doctor: Did you have this kind of stomachache and before? Reenu: Yes, doctor, I had it once before. Doctor: How many days ago? Reenu: Almost 3 months ago, but at that time the pain stopped after I took an antacid. Doctor: Please lie on that bed. I have to check. Reenu: Okay, doctor. Doctor: Does it hurt here? Reenu: It hurt a lot. Is it something serious, doctor? Doctor: I can't say now. I'm writing down some tests. Try to do this by today. Reenu: Okay, doctor. After test. Reenu: Here are the reports of the test that you gave. Doctor: Okay, let me check them. And it's not that serious. Nothing to worry about. It was just food poisoning. I am writing down a medicine
Please take them for 1 week after dinner. Renu, okay, doctor. Doctor. And wash your hands properly before eating. Drink only purified water. Eat fresh food. Cook to the right temperature. Separately keep low and finished products. Discard spoiled food and drink more water. Renu, okay, doctor. Thank you. ഓക്കെ, അഞ്ജും ഫാത്തിമ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഗുഡ്. ദെൻ പ്രവീണ or Jessie? Jessie? പ്രവീണ ഉണ്ടോ? പ്രവീണ. ദെൻ ജെസ്സി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റോൾ പ്ലേ കംപ്ലീറ്റ് ചെയ്തവര് എന്താണ് സ്റ്റോറി ടെല്ലിംഗ് നമുക്ക് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ, ഇതേപോലെ തന്നെ എന്താണ് സൗണ്ട് മോഡുലേഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റോറീസ് ഓക്കെ നിങ്ങൾക്ക് എന്താണ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ട് പരിചയമുള്ള സ്റ്റോറീസ് സെലക്ട് ചെയ്യാം. ചെറിയ സ്റ്റോറി മതി. അതെങ്ങനെയാണ്? ഒരു ഓഡിയൻസിന് മുൻപിൽ ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ക്ലാസ് ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇംഗ്ലീഷ് സ്റ്റോറി ആയിരിക്കണം. ക്ലിയർ ആണോ? അങ്ങനെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ? അനിമൽസ് ഒക്കെ ആയിരിക്കാം അല്ലേ? ആനയുടെ സ്റ്റോറീസ്, കടുവയുടെ സ്റ്റോറീസ് ഒക്കെ കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് അല്ലേ? അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉള്ളത്. റൈറ്റ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറീസ്, ഏത് സ്റ്റോറീസ് ആവാട്ടോ, നിർബന്ധമൊന്നും പറയണില്ല, ഇന്ന് പെർട്ടിക്കുലർ ഏരിയാസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് സ്റ്റോറീസും സെലക്ട് ചെയ്യാം. അതെന്താണ് പെർഫോം ചെയ്യണം. പെർഫോം ഇൻ ദ സെൻസ് എന്താണ് സൗണ്ട് മോഡുലേഷൻ ആയിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ അത് കഴിഞ്ഞവർ റോൾ പ്ലേ കഴിഞ്ഞവർക്ക് സ്റ്റോറി ടെല്ലിംഗ് നമുക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കാം. ക്ലിയർ ആണോ? സ്റ്റോറി ടെല്ലിംഗ്. യെസ് മാം. മാം ഒന്നുകൂടെ പറയൂ മാം. പറയാം. സ്റ്റോറി ടെല്ലിംഗ്, ഏതെങ്കിലും ഒരു സ്റ്റോറി സെലക്ട് ചെയ്യുക, അത് പെർഫോം ചെയ്യുക. പെർഫോം ഇൻ ദ സെൻസ് എന്താണ് സൗണ്ട് മോഡുലേഷനിലൂടെ അത് പെർഫോം ചെയ്യണം. ഓക്കെ, കുട്ടികൾക്ക് ഈസി പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ക്യാരക്ടേഴ്സിനേക്ക് ഉൾപ്പെടുത്തി ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുക. ഓക്കെ, സിമ്പിൾ അല്ലേ? മറ്റേ യൂട്യൂബിലുള്ള തേഴ്സ്റ്റി ക്രോ അതൊക്കെ മതിയോ മിസ്സേ? ഏതായാലും മതി. നിങ്ങൾക്ക് എന്താണ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലത്. മാം നമ്മൾ ഇംഗ്ലീഷിലല്ലേ സ്റ്റോറി പറയേണ്ടത്, പെർഫോം ചെയ്യേണ്ടത്? ഇംഗ്ലീഷിലാണ്. അതെ, ഇംഗ്ലീഷിലായിരിക്കണം. ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇത്ര ഇഷ്ടമുണ്ടാകാൻ കാരണം ഞാനായിരുന്നു. മാമിന്റെ സ്റ്റാറ്റസ് ഇല്ലേ ടെക്നിക്കൽ സൈഡില്ല ഫീസ് എടുക്കുന്നത്, അവരുടെ സ്റ്റാറ്റസ് കണ്ടായിരുന്നു. എന്റെയോ? അല്ല, വേറൊരു മാം അപ്പൊ അവരോട് ഇന്ന് ക്ലാസ് ഇല്ലെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല, ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ മോണ്ടിസോറിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ കറക്റ്റായിട്ട് ചോദിച്ചതായിരുന്നു. അവര് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാത്തേന്ന് ചോദിച്ചിരുന്നു ക്ലാസ് റൂം ലിങ്കിൽ. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാറ്റസ് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലേക്ക് ഇട്ടത്. അത് കണ്ടവരപ്പൊ കേറാത്തവരല്ലേ? ഓക്കെ. ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോ കുഞ്ഞിന് തക്കാളിപ്പനിയാണ്. അപ്പൊ അത് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞാൻ പാതിയിൽ ഇറങ്ങുകയും ചെയ്തായിരുന്നു. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനും പറ്റില്ല മാമിന്റെ അടുത്ത്. ഇപ്പൊ ആളൊന്ന് ഒതുങ്ങിയപ്പോ ഞാൻ കയറിയതാ ക്ലാസ്സിൽ വീണ്ടും. ഓക്കെ. ശില്പ, അതെന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. രാവിലത്തെ ക്ലാസ് ഇല്ല എന്നാണ് മെസ്സേജ് ഉണ്ടായിരുന്നത്. അതാ ചേട്ടൻ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പിന്നെ അത് മര്യാദക്ക് പറയാനും പറ്റില്ല. ഇവിടെ ആളാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അതിൽ മുഴുവൻ കരച്ചിലാണ്. അതുകൊണ്ട് സോറി മാം. ഓക്കെ. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ റോൾ പ്ലേ ചെയ്യാനായിട്ട്? ഞാനൊരു റോൾ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് മാം. ചെയ്തോളൂ. മാം അതുണ്ടല്ലോ, സിറ്റുവേഷൻ ഞാൻ പറയട്ടെ. അത് നമ്മൾ ഈ പ്ലാസ്റ്റിക്സ് ഒക്കെ നമ്മൾ വലിച്ചെറിയില്ലേ പുറത്തേക്ക്? പ്ലാസ്റ്റിക് മഴയത്ത് പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ
ആ പ്ലാസ്റ്റിക്കില് ഒരുപാട് കൊതുകും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു. അത് മറ്റേ കൊതുക് പെരുകി ഒരു അസുഖങ്ങൾ ഉണ്ടാക്കും. അതെ. റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഓക്കെ, ശരി. എന്റെ പിക്കൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണാനില്ല, അതുകൊണ്ട് ഞാൻ ഓരോരുത്തർ വായിക്കാം. Mosquito. Oh, here is a new guest. When did he arrive? Polythene bag. Someone dumped me yesterday. Mosquito. Then it was thrown away after their needs. Polythene bag. Yes, yesterday they threw me after their needing. So my body is full of water and mud. Mosquito. Oh, you are right. There is water. I was looking for a place for laying my eggs and now I found one. Polythene bag. Why lay your egg? Mosquito. I want to have children and live with a family. Polythene bag. Then the mos- then the mosquitoes multiply and spread disease to everyone. Mosquito. Yes, it should be transmitted. Not because of me, but because of those who created this situation. Welcome back. What diseases will you get when you do all this? Mosquito. Where water is available, we will lay eggs and multiply, spread disease like chickenpox, dengue, cholera. That highly affect the people. Polythene bag. Oh, I see. They created the situations for this. So let them get sick. Mosquito. Yes, it. I mean it. It's their responsibility to take care of the environment. Yes, it's their responsibility. Polythene bag said too. Don't throw garbages and save nature. Get rid of diseases. ഓക്കെ, കഴിഞ്ഞു ശരി. മാം. നന്നായിട്ടുണ്ടായിരുന്നു, സൂപ്പർബ് ആയിരുന്നു കേട്ടോ. മാം ഞാൻ ഒരെണ്ണം. ഓക്കെ. ദെൻ പറയട്ടെ. ഓക്കെ. ഞാൻ ഇപ്പൊ ഈ ഇതിന്റെ ഇടയ്ക്ക് കൂടി ഇരുന്നത് എഴുതി സ്വന്തമായിട്ടൊരു ഒരു പിന്നെന്താ ഒരു സബ്ജക്ട് എടുത്തിട്ട് എഴുതിയതാണ്. അതായത് ചിലപ്പോ ഫോൾട്ട് ഉണ്ടാവും, ഒന്ന് ക്ഷമിച്ചേക്കുക. ഞാൻ റോട്ടായിട്ട് തിരഞ്ഞെടുക്കുന്നത് സക്സസ് ആൻഡ് ഫെയിലിയർ ആണ്. അതായത് ഒരു ഹ്യൂമൻ മൈൻഡില് സക്സസും ഫെയിലിയറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, സ്പീക്ക് ചെയ്യുന്നത്. അതാണ് ഞാൻ ഒരു ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. Okay, subject: a human mind thinking to success and failure. A human mind said to our mind to success and failure it myself. Success. The first step is always hardest. Failure. Said to mind, challenge and weakness. Success. Said, will this be possible? Failure. I think you cannot, I can't. Success. Other steps are easy, it's just the first step. Failure. No, you cannot. Success. Wait, let me try first. Failure. No, you can't. But success. Never give up on what you love. It may be hard at first, but your time will come. ഓക്കെ സ്മിത, നന്നായിരുന്നു അല്ലെ. നമ്മളിപ്പോ ഒരു കാര്യം സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ആദ്യം ഇതൊക്കെ തന്നെ ഓടി വരുന്നത് അല്ലേ. ആദ്യം നമുക്കൊന്ന് ഈസി ആണെന്ന് തോന്നും അല്ലേ, ഇതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നും. പിന്നെന്താ, കുറച്ചുകൂടി നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പറ്റുമോ എന്നൊരു ഡൗട്ട് വരും അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ജെസ്സി ചെയ്തായിരുന്നോ? ജെസ്സി റോൾ പ്ലേ ചെയ്തായിരുന്നോ? ഞാൻ ചെയ്തിരുന്നു മാം. ചെയ്തിരുന്നു. ഓക്കെ, എന്റെ കയ്യിലില്ല അതുകൊണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ് മറക്കണ്ട. അപ്പൊ നമുക്ക് എന്താണ്, നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അത് എടുത്താൽ ഇന്ന് കംപ്ലീറ്റ് ആവില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു ഫസ്റ്റ്? എന്തായിരുന്നു പഠിച്ചത്?
സൈക്കോളജി അല്ലെ? എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനു മുൻപ് തന്നെ സൈക്കോളജി എന്ന വേർഡ് ഫസ്റ്റ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള സൈക്കി ആൻഡ് ലോഗോസ് എന്ന വേർഡ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്തായിരുന്നു? സൈക്കെ വിച്ച് മീൻസ് സോൾ എന്നായിരുന്നു. സോൾ. ഓക്കെ. ലോഗോസ് എന്തായിരുന്നു? ലോഗോസ് എന്തായിരുന്നു? സയൻസ് എന്നായിരുന്നു. കമ്പൈൻ ചെയ്ത് എന്താണ്? സയൻസ് ഓഫ് സോൾ എന്നാണ് സൈക്കോളജി എന്നതിന്റെ അർത്ഥം പറയുന്നത്. ഓക്കെ. അതിനുശേഷം പിന്നീട് എന്തായി? സയൻസ് ഓഫ് മൈൻഡ് ആയിട്ട് മാറി. പിന്നീട് എന്തായിട്ട് മാറി? സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് ആയി. ഇപ്പൊ എന്താണ്? സ്റ്റഡി ഓഫ് ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനം അല്ലെ? സ്വഭാവത്തെ കുറിച്ച് അല്ലെങ്കിൽ പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതിന് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലോട്ട് വരുമ്പോ എന്താണ്? എഡ്യൂക്കേഷനും സൈക്കോളജിയും ഒരുമിച്ച് ചേർന്നിട്ടുള്ള കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് അല്ലെ? പിന്നെന്തായിരുന്നു? ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് എന്താണ് ഡീൽ ചെയ്യുന്നത്? എന്തായിരുന്നു? ലേണിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ഇതിൽ ഡീൽ ചെയ്യുന്നത് എന്ന് പറയാം. ഓക്കെ. അല്ലെങ്കിൽ വേറെ എങ്ങനെ പറയാം? അക്കോർഡിംഗ് ടു സി സ്കിന്നറുടെ അഭിപ്രായത്തിൽ എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാല്? ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഒരു എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് എന്ത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പറയുന്നതെന്നാണ് സ്കിന്നർ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ. അപ്പൊ രണ്ട് പ്രധാന റെഫറൻസുകളുള്ള ഒരു ബിഹേവിയറൽ സയൻസ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്? ഹ്യൂമൻ ബിഹേവിയറും മെയിൻ എയിം ആയിട്ട് എന്താ പറഞ്ഞത്? മെയിൻ എയിം എന്തായിരുന്നു? കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ മാറ്റങ്ങളും എന്താണ്? കൊണ്ടുവരിക. ഓവറോൾ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരിക എന്ന് പറയുന്നതായിരുന്നു അതിന്റെ ഫസ്റ്റ് എയിം ആയിട്ട് പറഞ്ഞത്. പിന്നീട് എന്താ പറഞ്ഞത്? കുട്ടിയെ പഠനത്തിലും പഠിപ്പിക്കലിലും ആയിരിക്കണം എന്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നതാണ് ലേണിംഗ് സ്റ്റൈല്. നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യണം? ലേണിംഗ് സ്റ്റൈൽ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. കുട്ടികൾക്ക് എൻഗേജ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ടൂൾസുകൾ അല്ലെങ്കിൽ അപ്പാരറ്റസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെന്തായിരുന്നു? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കും എന്നാണ് ഇതിൽ പറയുന്നത്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പറയുന്നത്. പിന്നെന്തായിരുന്നു? ടീച്ചറിനെ ഏത് രീതിയിലാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് അല്ലെ? അവർ പ്രത്യേക വിവിധ രീതിയിലുള്ള കഴിവുകളാണ് കുട്ടികൾക്കുള്ളത് അല്ലെ? എല്ലാവർക്കും സെയിം ഒരേ രീതിയിലുള്ള കഴിവല്ല ഉള്ളത് അല്ലെ? വ്യത്യസ്തമായ കഴിവുകളാണ് കുട്ടികളിൽ ഉള്ളത്. അതേപോലെ അവരുടെ സ്കില്ലുകൾ മനസ്സിലാക്കാനായിട്ട്, അവരുടെ എബിലിറ്റി മനസ്സിലാക്കാനായിട്ട് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഒരു 5 ഏരിയാസ് വരുന്നുണ്ട്, ഒരു 5 ഏരിയാസ് വരുന്നുണ്ട്. അതേതൊക്കെയാണ്? ലേണർ, ദ ലേണിംഗ് എക്സ്പീരിയൻസസ്, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്, പിന്നെന്താണ്? ദ ലീഡർ, ദ ടീച്ചർ. ഓക്കെ. ഈ 5 ഏരിയാസിലൂടെയാണ് നേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റീഡ് ചെയ്തിട്ട് വരണം. അപ്പൊ റീഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ്? മോണ്ടിസോറി ആയിട്ട് കണക്ട് ചെയ്ത് റീഡ് ചെയ്യുക. അപ്പൊ കുറച്ചുകൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ലേണറിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? മോണ്ടിസോറിയുടെ പ്രത്യേകത എന്താണ്? ലേണറിന് കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ആണ് മോണ്ടിസോറിയിൽ. ആ രീതിയിൽ അത് വായിച്ചു നോക്കാം. അപ്പൊ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കുട്ടികൾക്ക് എന്താണ്? സെൻസോറിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? ചില കുട്ടികൾ കണ്ട് പെട്ടെന്ന് പഠിക്കാൻ കഴിയും, ചില കുട്ടികൾക്ക് എങ്ങനെയാണ്? കേട്ട് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. അതേപോലെയുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ലേണിംഗ് എക്സ്പീരിയൻസ് അതുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കാൻ നോക്കാം. പിന്നെന്തായിരുന്നു? ലേണിംഗ് പ്രോസസ്സ്. എങ്ങനെയാണ് പഠന പ്രക്രിയ നടന്നു പോകുന്നത്? എങ്ങനെയാണ് ലേണിംഗ് പ്രോസസ്സ്? എങ്ങനെയാ മോണ്ടിസോറിയിൽ?
എങ്ങനെയാണ്? ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ത്രൂ ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസുകളിലൂടെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലേ? കുട്ടികൾക്ക് എന്താണ് നമ്മൾ കമ്പല് ചെയ്യുന്നില്ല, ഇത്ര ടൈമിനുള്ളിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണമെന്ന് എന്താണ് കമ്പല് ചെയ്യുന്നില്ല. ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ആ ടോപ്പിക് ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. പിന്നെ എൻവിയോൺമെന്റ് എങ്ങനെയാണ്? പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് ആണ്, ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്ന എൻവിയോൺമെന്റ് ആണ്. ദെൻ ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒരു ഫെസിലിറ്റേറ്റർ ആണ്, കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒബ്സർവർ ആണ് ടീച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. അപ്പൊ കൂടുതൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, ma'am. Yes, ma'am. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ആ ടോപ്പിക്കും കൂടി എന്താണ് റീഡ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അതും കൂടി എന്താണ് റീഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Yes, ma'am. Thank you, ma'am. Yes, ma'am. Thank you, ma'am. Good night. Okay, ma'am. Okay, bye. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Night. Okay, good night, ma'am.